നോക്കൂ, നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പല രക്ഷിതാക്കളും പറയുന്നത് കുട്ടി തീരെ വെള്ളം കുടിക്കൂല, പക്ഷെ ചായ നന്നായിട്ട് കുടിക്കും. പക്ഷെ എന്തെങ്കിലുമൊക്കെ വയറ്റിൽ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായ കൊടുക്കുന്ന പറയാം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചായ ഉചിതമല്ല എന്ന് ശിശുരോഗ വിദഗ്ധർ പറയാൻ 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ചായയിൽ അടങ്ങിയിട്ടുള്ള കഫീന്. കാപ്പിയിലും ചായയിലും കഫീനുണ്ട്. ഈ കഫീൻ അമിതമായിട്ട് ചെന്നാൽ കുട്ടികളിൽ ഇറിറ്റബിലിറ്റി, ശ്രദ്ധക്കുറവ്, വാശിയൊക്കെ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് പൂർണ്ണമായിട്ടില്ലല്ലോ, അപ്പോൾ കഫീനോട് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. രണ്ടാമത്തത്, ചായയിൽ അടങ്ങിയിട്ടുള്ള ടാനിൻ എന്ന പദാർത്ഥം നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും അയൺ ശരീരം ആഗിരണം ചെയ്യുന്നതിനെ തടയും. അയൺ, കാൽഷ്യമൊക്കെ ആഗിരണം ചെയ്യുന്നത് തടയും. മൂന്നാമത്തത്, നമ്മൾ ചായയിൽ മധുരട്ടിട്ടാണ് കൊടുക്കുക. എന്തായാലും വിത്തൗട്ട് കുട്ടികൾ കുടിക്കൂല. അപ്പോൾ മധുരട്ടിട്ട് ചായ കുടിക്കുമ്പോൾ കുട്ടികളുടെ ശരീരത്തിൽ കാലറി കയറും. ഈ ചായയിലാണെങ്കിൽ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ കുട്ടികൾക്ക് ഈ മധുരം കാരണം വിശപ്പ് മാറും, മറ്റ് പോഷകങ്ങളടങ്ങിയ ഭക്ഷണങ്ങളോട് വിശപ്പില്ലായ്മ വരും, പോഷകക്കുറവ് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചായ ഉചിതമല്ല എന്ന് പറയുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ചായ കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി കുട്ടികൾക്ക് ചായ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത് വെള്ളത്തിന് പകരമായിട്ട് കൊടുക്കരുത്. വളരെ ചെറിയ അളവിൽ കൊടുക്കുക. ഭക്ഷണത്തിന്റെ തൊട്ട് മുമ്പും തൊട്ട് ശേഷവും കൊടുക്കാതിരിക്കുക.